ചിലരെങ്കിലും നിരാശപ്പെട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ കുറവുള്ളവനാണ്, ഞാൻ അനുഗ്രഹമില്ലാത്തവനാണ്, എൻ്റെ ജീവിതത്തിലെല്ലാം പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് ദൈവം എന്നെ കളഞ്ഞു, ദൈവം എന്നെ മാറ്റിയിട്ടിരിക്കുക, താഴ്ത്തി വെച്ചിരിക്കുക. അങ്ങനെ ഒരു നിരാശഭാവത്തോടെ കഴിയുന്ന ഏറെ പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. സ്നേഹമുള്ള ഒരു വചനം കേൾക്കാം. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം 31-ാം വാക്യമാണ്. സ്നേഹമുള്ളവരെ, നിന്റെ മെച്ചപ്പെട്ട അവസ്ഥയിൽ, നിന്റെ കൃപയുള്ള അനുഭവത്തിൽ, ആരോഗ്യ അവസ്ഥയിൽ എന്നതിനപ്പുറത്ത് നിന്റെ രോഗാവസ്ഥയിൽ, നിന്റെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ, നീ നീറുന്ന അവസ്ഥയിൽ, നിനക്ക് എഴുന്നേൽക്കാൻ കെൽപ്പില്ലാത്ത അവസ്ഥയിൽ സ്വർഗം നിനക്കായുണ്ട് എന്ന് വചനം ഓർമ്മിപ്പിക്കുക. ഈശോ വന്നത് അതിനു വേണ്ടിയിട്ടാണ്. നീ സ്വസ്ഥത അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, നീ ബലം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പീഡ അനുഭവിച്ചത്. നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് എഴുന്നേൽക്കണമെന്നുള്ള നിർബന്ധത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഈ പീഡാനുഭവ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയ ദൈവവൈതലേ, നീ എത്ര മുറിവേറ്റ അനുഭവത്തിലൂടെ നിൽക്കുന്നത് എന്ന് സ്വർഗത്തിന് നന്നായി അറിയാം. ആ മുറിവേറ്റ അനുഭവത്തെ വെച്ചുകെട്ടി സൗഖ്യപ്പെടുത്തി എഴുന്നേൽപ്പാൻ സ്വർഗത്തിൻ്റെ കരം നിനക്കുണ്ട് എന്നത് ജീവിക്കാനുള്ള ബലമാണ്, എഴുന്നേൽക്കാനുള്ള കൃപാനുഭവമാണ്. ആമേൻ.